ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ശ്യാം സാറും നന്ദിനി അമ്മ ഇരിപ്പുണ്ട്. അപ്പോൾ ആരതി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആരതി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും മോളെ മുത്തശ്ശി ഉറങ്ങിയോ എന്ന് ചോദിച്ചു. മുത്തശ്ശി കിടന്നച്ചാ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മോളും പോയി കിടന്നു. അപ്പം ആരതി ഇതേ കിടക്കാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഗൗരി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയ്യോ അച്ഛാ, ഇത് ചേച്ചി ഞെട്ടിപ്പോയി നമ്മുടെ ശ്യാം സാറ്. അപ്പോൾ ശ്യാം സാറിന് ആകെ വെപ്രാളവും പരവേശവും ഒക്കെ ആയിട്ടാ. അവൻ നേരെ ഗൗരി അകത്തേക്ക് കയറി വരിക. മോളെ ഈ സമയത്ത് എന്താ എന്ന് ചോദിച്ചു. അതെ, ഞാൻ തനിച്ചല്ല അച്ഛാ, എൻ്റെ കൂടെ ശങ്കറും ഉണ്ട്. അപ്പോൾ ശങ്കർ എവിടെ എന്ന് ചോദിച്ചു. ശങ്കർ പുറത്ത് നിൽക്കുക, എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ശങ്കർ എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് കയറി വരാത്തത്. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? അച്ഛൻ എന്നിൽ നിന്ന് ഒളിക്കുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചോ. അച്ഛന് നിങ്ങളിൽ നിന്ന് ഒളിക്കാൻ മാത്രമായിട്ടുള്ള കാര്യം എന്താ ഉള്ളത്? അങ്ങനെ അച്ഛൻ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. പക്ഷേ അമ്മയ്ക്കെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയാമായിരുന്നു എല്ലാം എന്ന് പറഞ്ഞു. മോളെ നീ എന്തിനെക്കുറിച്ച് ഈ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കാം, എന്നെ ഒന്നും അറിയിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഗൗരി എന്ന് വിളിച്ചു. ഒരു മിനിറ്റ് അച്ഛാ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആകെ വിഷമത്തിലായി. അച്ഛനും അമ്മയും എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നത്? നമുക്കങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാ നമ്മുടെ വീട് പണയം വെക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പം പെട്ടു. പറയച്ചാ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, നമ്മളെ പണത്തിന് അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീട് എന്തിനാ പണയം വെക്കുന്നത്? നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? പറഞ്ഞത് ആരെങ്കിലും ആയിക്കോട്ടെ, പറഞ്ഞത് സത്യമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ, അനാവശ്യ കാര്യത്തിലൊന്നും നീ കയറി ഇടപെടണ്ട. ശങ്കർ പുറത്തില്ലേ, നീ എന്താണെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണോ? അയ്യോ മോളെ, ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇപ്പം തന്നെ സമയത്തായി, നിനങ്ങൾക്ക് തൃശ്ശൂർ തിരിച്ചെത്തേണ്ടതല്ലേ. ഞങ്ങളെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ വെറുതെ വിഷമിക്കൊന്നും വേണ്ട. അച്ഛൻ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എന്താ? നീ കേട്ടത് എന്തായാലും അത് കള്ളത്തരവാ. അങ്ങനെ വീട് പണയം വെക്കുന്നില്ല. അച്ഛൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് അച്ഛന് എൻ്റെ തലയിൽ കൈവച്ച് ഒന്ന് പറയാൻ പറ്റുമോ അച്ഛന് എന്ന് ചോദിച്ചു. എന്തിനാച്ചാ എന്നോട് ഇങ്ങനെ കള്ളം പറയണത്? പിന്നെ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെക്കുക, എനിക്കത് നന്നായി മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അല്ല എന്നായിരുന്നു ശ്യാം സാറിൻ്റെ ഉത്തരം. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പോൾ വേഗം തന്നെ നന്ദിനിയമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി കേട്ടോ ഗൗരി. അപ്പോൾ നീ എങ്ങനെയാ ഈ വീട്ടിലെ കുട്ടിയാവണത് എന്ന് ചോദിച്ചു. അതെ, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാലേ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നിൻ്റെ വീട്, അതാ നിൻ്റെ അഡ്രസ്സ്. എന്താ അറിയില്ലേ നിനക്ക്? അങ്ങനെ വേണം കാണാൻ എന്ന് പറഞ്ഞു. അച്ഛാ ആയിക്കോട്ടെ, ഇവിടെ പല കാര്യങ്ങളും നടക്കും, പക്ഷേ അതിലൊന്നും നീ കയറി ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അച്ഛാ, അച്ഛൻ്റെ ഗൗരിയോട് തന്നെയാണോ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എന്താ അച്ഛാ ഇങ്ങനെ? അച്ഛാ, അച്ഛൻ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക്. എനിക്കറിയണം, എന്നിൽ നിന്ന് നിങ്ങളെല്ലാവരോടും മറച്ചു വയ്ക്കുന്നത് എന്താണെങ്കിലും അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആകെ ദേഷ്യത്തിൽ, ഗൗരി നിന്നോട് ഞാൻ പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങളിലൊന്നും നീ കയറി തലയിടണ്ടെന്ന്. നീ ഇപ്പം ഇങ്ങോട്ട് വന്നത് തന്നെ വളരെ തെറ്റായിപ്പോയി. ചാരങ്ങാട്ടുകാർ അറിഞ്ഞാൽ ഇപ്പം നീ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അയ്യോ, ഞാൻ ചാരങ്ങാട്ട് വീട്ടിലല്ല ഇപ്പം താമസിക്കുന്നത്. ഇപ്പം നിൻ്റെ കുടുംബം അതാ, ഇന്നല്ലെങ്കിൽ നാളെ നീ അവിടെ തിരിച്ചു ചെല്ലേണ്ടതാ. അച്ഛാ, ഇവിടെ എന്ത് പ്രശ്നമുണ്ട്? അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. എന്നിട്ട് അതെന്താ എന്നോട് പറയാനായിട്ട് എല്ലാവരും മടിക്കുന്നത്? നീ ഈ വീട്ടിലെ കാര്യങ്ങളിപ്പം നീ നോക്കേണ്ട കാര്യമില്ല. ഞാനിപ്പം ജീവനോടെ ഉണ്ട്. മറ്റാരും എൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ ഇപ്പം തൽക്കാലം ഇടപെടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാമേട്ടാ എന്ന് വിളിച്ചു നന്ദിനി താൻ മിണ്ടരുത്. ഇവളോട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. ഇവക്കെന്താ അതൊന്നും മനസ്സിലാവാത്തത്? നീ വേഗം തിരിച്ചു പോകാൻ നോക്കാം. ശങ്കർ പുറത്ത് നിൽക്കുമല്ലേ, പോയിക്കോ. പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി ആകെ സങ്കടപ്പെട്ടു കേട്ടോ. ശ്യാമേട്ടൻ എന്തൊക്കെയാണ് പറയണത്? നന്ദിനി, ഇക്കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടരുത്, പറഞ്ഞേക്കാം. ഗൗരി നീ തിരിച്ചു പോ എന്ന് പറഞ്ഞു വീണ്ടും. അപ്പോൾ ഗൗരി ആകെ നിസ്സഹായമായിട്ട് നോക്കിയിരുന്നു. അച്ഛാ, ചേച്ചി ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, രാവിലെ തിരിച്ചു പൊക്കോളും എന്ന് പറഞ്ഞു ആരതി. നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. മിണ്ടാതെ അവിടെ നിന്നോണം. നീ ഈ വീട്ടിലെ എൻ്റെ തീരുമാനങ്ങൾക്കാ മുഖ്യം, മനസ്സിലാകുന്നുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്ക് നന്നായി അറിയാം. മറ്റാരും അതൊന്നും തൽക്കാലം അന്വേഷിക്കാനോ പരിഹരിക്കാനോ വരണ്ട.
അപ്പോൾ കുറച്ച് നേരം ഗൗരി ഇങ്ങനെ നോക്കിയിട്ട് ഗൗരി പതുക്കെ ഇറങ്ങി പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം നന്ദിനിയമ്മയ്ക്കും ശ്യാംസാറിനും ഒക്കെ ആകെ സങ്കടമായി, എങ്കിലും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വേഗം തന്നെ ശ്യാംസാർ അവിടെ ഇരുന്ന് കരയുക. ശ്യാമേട്ട, എന്താ ശ്യാമേട്ട ഇത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പൊന്നുമോളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതൊക്കെയാണ് പറഞ്ഞത്. അവൾ എന്തുമാത്രം വേദനിച്ചായിരിക്കും അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എനിക്ക് എത്രയും പെട്ടെന്ന് അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതിയെന്നായിരുന്നു. ആ ശങ്കർ ഇങ്ങോട്ട് കയറി വരുമോയെന്ന് ഞാൻ ഭയന്നു പോയി നന്ദിനി. എൻ്റെ മോളെ ഞാൻ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ നന്ദിനി, കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞു. ശ്യാമേട്ട, നമ്മുടെ അവസ്ഥ അങ്ങനെ ആയി പോയതുകൊണ്ടല്ലേ, സാരമില്ല. ഇതുവരെ ഞാൻ മുഖം കറുത്ത ഒരു വാക്ക് പോലും ഞാൻ അവളോട് പറഞ്ഞിട്ടേയില്ല. ഞാൻ തന്നെ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെടുകയാണ് ശ്യാംസാർ. അപ്പോൾ കണ്ണീരൊക്കെ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഗൗരി നേരെ ചെന്ന് വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ഇവരിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കർ അകത്തൊന്നും കയറിയില്ല. അപ്പോൾ ശങ്കർ നോക്കി, ഗൗരി, നിൻ്റെ വീട്ടിലിപ്പോൾ എന്തിട്ടാ ഉണ്ടായത്? നീ എന്തിനാ കരയണത്? ശ്യാംസാറ് എന്താ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു. ചോദിക്കണം, ഞാൻ കേട്ടില്ലേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇന്നൊരു ദിവസം എനിക്ക് എല്ലാ പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് നഷ്ടപ്പെട്ടതുപോലെയാ എനിക്ക് തോന്നണത്. അതുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നത്. ഗൗരി, നീ എന്താ പറയണത്? നീ എങ്ങനെ ഒറ്റയ്ക്കാവണത്? ഞാനില്ലേ നിൻ്റെ കൂടെ? പിന്നെ നീ എങ്ങനെ ഒറ്റയ്ക്കാവണത്? ശ്യാംസാർ എന്തോ ദേഷ്യത്തിൽ പറഞ്ഞു, അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അച്ഛനല്ലേ, വിട്ടുകളയടോ. താൻ എന്തിനാ? നീ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ കട്ടയ്ക്കുണ്ടാവും. അത് നീ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ശങ്കർ നേരെ പതുക്കെ വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി പാർക്ക് ചെയ്തു. നിനക്കൊരു കാര്യം അറിയോ? ഈ ഒരു ജന്മം മാത്രമല്ല കേട്ടോ, ഇനി ഒരു 7 ജന്മം ഉണ്ടായെങ്കിലും ആ 7 ജന്മങ്ങളിലും നീ ആയിരിക്കും എൻ്റെ കൂട്ട്. അതാ എൻ്റെ ആഗ്രഹം കേട്ടോ, എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ. ഞാൻ വെറുതെ ഡയലോഗ് പറയണമല്ല കേട്ടോ, ഞാൻ വെറുതെ സത്യം പറഞ്ഞ കേട്ടോ, സത്യം. അപ്പോൾ ഗൗരി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ശങ്കർ വേഗം കണ്ണീരൊക്കെ തൂത്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ഗൗരി ആശ്വസിപ്പിച്ചു. ഗൗരിക്ക് എന്തോ ഒരു സമാധാനമൊക്കെ തോന്നുകയും ചെയ്തു കേട്ടോ. ശങ്കറിൻ്റെ ആ ഒരു പെർഫോമൻസ് വല്ലാതെ സങ്കടത്തിലായിരുന്നു. നീ കരയണ കണ്ട എനിക്ക് സഹിക്കില്ല ഗൗരി. എൻ്റെ ഗൗരി, നീ എപ്പോഴും സന്തോഷമായിട്ട്, നീ ചിരിച്ച മുഖമായിട്ട് ഐശ്വര്യമായിട്ടിരിക്കണം. അതായി എനിക്കിഷ്ടം. നീ കരയുമ്പോൾ കണ്ണീര് കരയുന്നതേ നിൻ്റെ കണ്ണീന്നല്ല കണ്ണീര് വരണത്, നിൻ്റെ മനസ്സിൽ നിന്നാണ് വരണത്. അതെന്നെ കാണുമ്പോൾ തന്നെ ഒരുപാട് വേദനിപ്പിക്കും. തനിച്ചായി പോയിന്ന് നീ പറഞ്ഞില്ലേ, അങ്ങനെ നീ ഒരിക്കലും പറയരുത് കേട്ടോ. ഗൗരിക്കറിയോ, എൻ്റെ ജീവനേക്കാൾ കൂടുതൽ അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനുള്ളപ്പോൾ നീ എങ്ങനെ തനിച്ചാവുക? നീ തനിച്ചാവാൻ ഈ ശങ്കർ ഉള്ളിടത്തോളം കാലം സമ്മതിക്കുമോ? നീ തനിച്ചാകായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ എൻ്റെ വടക്കുനാഥൻ എന്നെ നിൻ്റെ അടുത്ത് എത്തിച്ചത്. അത് നീ ആദ്യം ഒന്നും മനസ്സിലാക്കണം കേട്ടോ ഗൗരി. നമ്മുടെ വടക്കുനാഥൻ ഒന്നും കാണാണ്ട് ഒന്നും ചെയ്യില്ല കേട്ടോ. എനിക്ക് എപ്പോഴും നിന്നെ സന്തോഷമായിട്ട് കാണണം. ഗൗരി, കരയരുത് കേട്ടോ. നീ കരയണതേ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനീ പറയണത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഗൗരിയോട് പറഞ്ഞെല്ലാം ആശ്വസിപ്പിച്ച ശേഷം ഇവർ വീണ്ടും നേരെ തൃശ്ശൂർക്ക് പോവാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ആദർശം ശ്യാംസാറോടെ അതേ പ്രമാണമായിട്ട് നേരെ നമ്മുടെ ക്ലീറ്റസിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. മുന്നാധാരവും അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടിയിൽ യാതൊരു ബാധ്യതകളും ഇല്ല. ലോണോ അതുപോലെ തന്നെ മുമ്പേ എന്തെങ്കിലും ബാധ്യതകളോ ഒന്നും തന്നെ ഇല്ല എന്ന് ആദർശം പറഞ്ഞു കേട്ടോ. മനസ്സിലായി. പ്രമാണം ക്ലീറ്റസിൻ്റെ പേരിൽ വേണമെങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ആക്കി തരാം, പണം തിരികെ തന്നതിന് ശേഷം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ശ്യാംസാർ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രമാണം വച്ചോളൂ എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കുക. വാങ്ങൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് അത് വാങ്ങിയിട്ടോ. എന്താ, വീടിൻ്റെ പ്രമാണം ഈട് വെച്ചിട്ടല്ലേ ക്ലീറ്റസ് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞത്? പിന്നെന്താ? പക്ഷേ ഈ പ്രമാണം തിരികെ തന്ന അതിൻ്റെ അർത്ഥം എന്താ ക്ലീറ്റസേ? ശ്യാംസാറേ, സാർ എന്നോട് ശ്രമിക്കണം, എനിക്ക് പണം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ ശ്യാമും ആദർശം. എന്താ, പ്രമാണം ഈട് വെച്ചാൽ 10 ലക്ഷം രൂപ തരാമെന്ന് നിങ്ങൾ തന്നെയല്ലേ അച്ഛനോട് പറഞ്ഞത്? ക്ലീറ്റസേ, നിങ്ങൾ എങ്ങനെ പറഞ്ഞാൽ ഇത്രയും പണത്തിന് ഞാൻ എന്ത് ചെയ്യും? ശ്യാംസാർ, ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ഈ കാര്യം സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. എനിക്ക് സാറിനെ സഹായിക്കാൻ കഴിയില്ല. എന്താ ക്ലീറ്റസ് ഇത്? നിങ്ങൾ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊണ്ടുവന്നു, പണം തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ദയവ് ചെയ്ത് ഈ അവസാന നിമിഷത്തിൽ എന്നെ ചതിക്കരുത്, ഞാൻ നിങ്ങളെ കാല് പിടിക്കാം. അച്ഛാ, വേണ്ട അച്ഛാ എന്ന് പറഞ്ഞു ആദർശ്.
ക്ലീറ്റസ് നമ്മളെ സഹായിച്ചില്ലെങ്കിൽ നമ്മളിപ്പം ഈ 10 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും മോനെ? അച്ഛന് നിങ്ങൾ വാക്ക് കൊടുത്തതല്ലേ, അച്ഛൻ നിങ്ങളെ വിശ്വസിച്ചതല്ലേ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ എന്ന് ചോദിച്ചു. ക്ലീറ്റസ്, ജീവിതത്തിൽ ഇന്നേ വരെ ആരുടെ മുൻപിലും കൈകുട്ടേണ്ട ഈ ഒരു ഗതികേട് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പം ഈ നിമിഷം വന്നു. ഞങ്ങൾ ഈ കുടുംബം തന്നെ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഈ പണം. ഇത് കിട്ടിയില്ല എങ്കിൽ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല, പറയാനും പറ്റില്ല. ഞാൻ ക്ലീറ്റസിൻ്റെ കാല് പിടിക്കാം, എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞു. അയ്യോ വേണ്ട ശംസാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശ് വേഗം തന്നെ വേണ്ടച്ചാ, എൻ്റെ അച്ഛൻ ഒരുത്തൻ്റെയും ആരുടെയും കാല് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആദർശ്. നിൻ്റെ അച്ഛൻ ഇപ്പം ആരുടെ കാല് പിടിക്കാനും തയ്യാറാ. എനിക്ക് പണം വേണം മോനെ. അച്ഛൻ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. പറഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ട് നമ്മളെ ചതിക്കാണല്ലോ എന്ന് പറഞ്ഞു. ശ്യാം സാറേ, സാർ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. നിങ്ങളുടെ പ്രശ്നം എന്താ? പ്രമാണം വെച്ച് 10 ലക്ഷം രൂപ തരാൻ കഴിയില്ല എന്നുള്ള പേടിയാണോ എന്ന് ചോദിച്ചു ആദർശ്. അയ്യോ എനിക്ക് പേടിയുണ്ട്, നിങ്ങൾ കാശ് തന്നില്ലെങ്കിലോ എന്നുള്ള പേടിയല്ല സർ. സാറിന് ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. സാറിന് 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എന്തോ അത്യാവശ്യമാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് സാർ എന്തുകൊണ്ടാണ് ചാരങ്ങാട്ടു മഹാദേവൻ സാറിനോട് സഹായം ചോദിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് കാര്യങ്ങളുടെ പോക്ക് ഇവർക്ക് മനസ്സിലായത്. ഈ 10 ലക്ഷം രൂപയൊക്കെ മഹാദേവൻ സാറിനൊരു നിസ്സാര തുകയാണ്. മരുമോൻ്റെ കുടുംബത്തിനൊരാവശ്യം വന്നാൽ മഹാദേവൻ സാറ് സഹായിക്കത്തില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് സാറ് സഹായം ചോദിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പം ഇവരിങ്ങനെ മിണ്ടാതെ നിന്നു കേട്ടോ. എനിക്ക് മഹാദേവൻ സാറിനെയും ശങ്കറിൻ്റെ സ്വഭാവം നന്നായിട്ടറിയാം. ഞാൻ സാറിനെ സഹായിച്ചു എന്നവരറിഞ്ഞാൽ അവരറിയും, അവരത് പ്രശ്നമാക്കും, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. സാറിനെ സഹായിച്ചത് അവർ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണെന്നേ മഹാദേവൻ സാറും ശങ്കറും കരുതു. പിന്നെ എൻ്റെ എല്ലാ ബിസിനസ്സും തകർത്ത് തരിപ്പണാക്കും. എന്നെ പിച്ചച്ചെഴുത്തി എടുപ്പാലേ മഹാദേവൻ സാർ പിന്നെ അടങ്ങുള്ളൂ. അതാണ് അങ്ങേരുടെ ഒരു സ്വഭാവം. ശംസർ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ദയവേത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. സാറ് മഹാദേവൻ സാറിനോട് സഹായം ചോദിക്കുക. ശ്യാമപ്രസാദ് സാറ് മഹാദേവൻ സാറിൻ്റെ ബന്ധു ആയതുകൊണ്ട് അവരെ പേടിച്ച് മറ്റൊരാൾ സാറിനെ സഹായിക്കില്ല. അത് സാർ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ അച്ഛനോട് വാക്ക് പറയുമ്പോൾ ഇതൊന്നും നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന് ആദർശ് ചോദിച്ചു. അത് പിന്നെ മോനെ അത് എന്ന് പറഞ്ഞു. അച്ഛൻ നമുക്ക് പോവാം. ഇയാളെപ്പോലെ വാക്കിന് വിലയില്ലാത്തവൻ്റെ സഹായമൊന്നും സ്വീകരിക്കാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞ് ശ്യാം സാറിനെയും കൂട്ടിക്കൊണ്ട് നേരെ അവർ വീട്ടിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ആകെ ആലോചനയിലാണ്. അച്ഛനെന്താ അങ്ങനെ പെരുമാറിയത് എന്നോർത്ത്. അപ്പോൾ പുള്ളി പുഴക്കരയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു തടിയുടെ മണ്ടയിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കരമായിട്ടിരുന്ന് ആലോചിക്കാം. എന്നെ തട്ടിക്കൊണ്ട് പോയതിനെ പറ്റിയൊക്കെ ആരതി ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പം പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ലല്ലോ. അതോ ഇനി എന്തെങ്കിലും കാരണമുണ്ടോ? അപ്പോൾ ഗൗരി സ്വന്തമായിട്ട് മനസ്സിലിങ്ങനെ ചിന്തിച്ചിരിക്കുക കേട്ടോ. ഉണ്ടാവും. അച്ഛൻ ഇന്നേ വരെ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടും ഇത്രയും ഹാർഡായിട്ടും സംസാരിച്ചിട്ടില്ല. ആരതിയുടെ ഈ ചോദ്യം, അച്ഛൻ എന്നോടുള്ള ഈ പെരുമാറ്റത്തിൽ ഇപ്പം വന്നേക്കുന്ന ഈ മാറ്റം എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? ഇപ്പം എങ്ങനെ അറിയുക? അച്ഛൻ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതായിരിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ എന്താ ഒരു വഴി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗൗരി. ആരതിയോടൊന്ന് സംസാരിച്ചാലോ എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് നമ്മുടെ ശങ്കർ ഒരു കൈ തുണിയും അതുപോലെ ടവലും ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടേക്ക് വരുന്നത്. ഗൗരിയെ കേട്ടോ ഗൗരിയെ എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഗൗരി വേഗം സന്തോഷത്തിലായി. ഗൗരി വേഗം നമ്മുടെ കാറ് ഞാൻ സ്വന്തമായിട്ട് കഴുകി നല്ല കുട്ടപ്പൻ വെട്ടിപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ക്രാവ് ആകെ ഡെസ്പാണല്ലോ, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയി പോയത്? അതെ, എനിക്ക് ശങ്കറിൻ്റെ ഫോണൊന്ന് വേണം എന്ന് പറഞ്ഞു. ഫോണോ? ഫോണോ ഓരോ മരത്തിൻ്റെ കമ്പേ കെട്ടി നൂലിൽ കെട്ടി തൂക്കി ഇട്ടിരിക്കുകയാണ്. ദേ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ ആടുകയാണ് കേട്ടോ. റേഞ്ച് പോവാണ്ടിരിക്കാനായിട്ടേ കറക്റ്റ് സ്ഥലത്ത് തന്നെ കെട്ടി തൂക്കിയിട്ടിരിക്കാം. നമ്മുടെ അച്ഛൻ എപ്പോൾ വിളിച്ചാലും നമ്മളെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇപ്പം എടുക്കാം എന്ന് പറഞ്ഞ ശങ്കർ പോയി അത് അയച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഗൗരിക്ക് ചിരിയാവുന്നത്. എന്തോ മണ്ടത്തരാണ് ശങ്കർ കാണിക്കുന്നത് എന്ന് ഓർത്ത് കേട്ടോ. എന്നിട്ട് ഗൗരിക്ക് ഫോൺ കൊടുത്തു. അല്ല, നിനക്കിപ്പോൾ ആരെ വിളിക്കാനാ ഗൗരിയെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗൗരി മിണ്ടണില്ല. ആരെ വിളിക്കുന്നതെന്ന് നീ ഒന്ന് പറഞ്ഞില്ലല്ലോ. അയ്യോ, നീ എന്തിനാ ഇങ്ങനെ തറപ്പിച്ച് നോക്കണത്? നിനക്ക് ഫോൺ വിളിച്ചാൽ പോരെ? വിളിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അത് പോയി അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോഴത്തേനും നേരെ ആരതിയുടെ ഫോണിലേക്ക് വിളിച്ചു. മോളെ ഇത് ഞാനാ എന്ന് പറഞ്ഞു. ചേച്ചി
ശങ്കർ എന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യം പെട്ടെന്ന് നീ എന്തിനാ എന്നോട് ചോദിച്ചത് എന്ന് ചോദിച്ചു. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നീ അത് ചോദിക്കില്ല. അത് പിന്നെ ചേച്ചി ആരതി, നീ ഒരു കാര്യം മനസ്സിലാക്കുക. നീ നമ്മുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മുടെ അച്ഛൻ എന്തുണ്ടായിട്ടാണ് എന്നോട് അങ്ങനെ പെരുമാറിയത്? ജീവിതത്തിൽ ഇന്നേ വരെ നമ്മുടെ അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടേ ഇല്ല. അച്ഛന് ഇങ്ങനെ മാറണമെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടൊരു കാരണമുണ്ട്. അതെനിക്ക് നന്നായി അറിയാം. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിച്ചു. ആരതി, നീ എന്നോട് കള്ളം പറയില്ല. എന്നോട് കള്ളം പറയാനായിട്ട് നിന്നെക്കൊണ്ട് കഴിയില്ല, അതും എനിക്കറിയാം. സത്യം എന്താണോ അത് മോള് ചേച്ചിയോടൊന്ന് പറയേ എന്ന് പറഞ്ഞു. പറ മോളെ ആരതി എന്ന് പറഞ്ഞു. അത് പിന്നെ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് ദേ അവരുടെ മുഖത്തേക്കാണ്. അപ്പം ആരതി വേഗം ഫോൺ കട്ട് ചെയ്തു. അല്ല, അവളെന്താ ഫോൺ കട്ട് ചെയ്തത്? ഇനി ചിലപ്പം അച്ഛനോ ചേട്ടനോ ആരെങ്കിലും വന്നു കാണും, അല്ലെങ്കിൽ പിന്നെ അവൾ ഫോൺ കട്ട് ചെയ്യില്ല എന്ന് ഗൗരി ഇങ്ങനെ മനസ്സിൽ നിരൂപിച്ചു. അപ്പോഴേക്കും നമ്മുടെ ആദർശും ശ്യാം സാറോട് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ശ്യാം സാർ അവിടെ ഇരിക്കുകയാണ്. നന്ദിനിയമ്മ ഓടി വന്നു. അതെ ശ്യാമേട്ട, പണത്തിൻ്റെ കാര്യം എന്തെങ്കിലും ശരിയായോ? ഇല്ല നന്ദിനി, പലരോട് ചോദിച്ചു, ആരും സഹായിക്കാൻ തയ്യാറല്ല. നമ്മൾ മഹാദേവൻ്റെ ബന്ധുക്കളായി പോയില്ലേ, അതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ എല്ലാവർക്കും പേടിയാ. അയ്യോ അച്ഛനിങ്ങനെ വിഷമിക്കല്ലേ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ആദർശ്. ക്ലീറ്റസിൻ്റെ വാക്ക് വിശ്വസിച്ച് എന്ന് ഞാൻ പണം കൊടുക്കാമെന്ന് ധ്രുവനോട് ഞാൻ വാക്ക് പറഞ്ഞതാ. ഇനി ധ്രുവൻ വിളിക്കുമ്പോൾ ഞാൻ അവനോട് എന്തു പറയും? നമുക്ക് എങ്ങനെയെങ്കിലും ഒരവധി കൂടി ചോദിക്കാച്ചാ എന്ന് പറഞ്ഞു ആദർശ്. നന്ദിനി, അമ്മ എവിടെ എന്ന് ചോദിച്ചു. അമ്മ കിടക്കുക. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, പക്ഷേ എന്നോട് ഓരോന്നൊക്കെ കുത്തി ചോദിച്ചു. ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. അപ്പോഴാണ് നമ്മുടെ ശ്യാം സാറിൻ്റെ ഫോൺ ബെല്ലടിക്കണത്. ദേ ഇത് അവനാ ധ്രുവൻ എന്ന് പറഞ്ഞു. അച്ഛാ അതിങ്ങിതാ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു ആദർശ്. വേണ്ട മോനെ, നീ സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇവർ ഫോൺ കട്ട് ചെയ്ത ശേഷമാണ് നമ്മുടെ മുന്നിൽ അപ്പം തന്നെ ഇതാണ് അവൻ പുറത്ത് തൊട്ട് എന്താ പറയുക വീടിൻ്റെ വെളിയിൽ നിന്നിട്ടാണ് ഈ ശ്യാം സാറിനെ ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഫോൺ കട്ട് ചെയ്ത ശേഷം ഈ ധ്രുവൻ അകത്തേക്ക് കയറി വരികയാണ്. ഇവരെ കണ്ട് ഇവരെല്ലാവരും ഒന്ന് ഞെട്ടിത്തരിച്ചു പോയി കേട്ടോ. എന്താ പ്രൊഫസറെ ഈ കാണിക്കുന്നത്? ഭാവി എന്താ പറയുക സണ്ണിലോയോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക? സണ്ണിലോ വിളിക്കുമ്പം ആരെങ്കിലും കോൾ കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം ഇവരെല്ലാം ആരതിയൊക്കെ പേടിച്ചാൽ നിൽക്കുന്നത് കേട്ടോ. ആരതിക്ക് ഇവനെ കാണുമ്പോൾ തന്നെ പേടിയോ വെറുപ്പോ ഒക്കെ കൂടിയാണ്. പ്രഭു ഹരേ റർഹാം, പിന്നെ പ്രൊഫസർ ക്യാ ഹുവ എന്നൊക്കെ ചോദിച്ചാണ് ഇവൻ കയറി വരുന്നത്. അയ്യോ ഇതാദ്യമായിട്ടാട്ടോ ഞാൻ ഈ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണുന്നത്. നല്ല ഉഗ്രം വീട്. ഇത് റെൻ്റാണല്ലേ? സാരമില്ല. ഹായ് ഡിയർ, എനിക്കൊരു കോഫി വേണം എന്ന് ആരതിയോട് പറഞ്ഞു. നല്ല ലൈറ്റ് കോഫി, പിന്നെ മധുരം തീരെ വേണ്ട കേട്ടോ. വേഗം ചെന്നാൽ ഒരു കാപ്പി ഇട്ടുകൊണ്ട് വന്നീനെ എന്ന് പറഞ്ഞു. അപ്പം ആദർശ ചെല്ല എന്നുള്ള മട്ടിൽ തലയാട്ടി കാണിച്ചു കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ ഇവൻ്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടം കണ്ടിട്ട് ആകെ ഉരുകി തെറിച്ച് നിൽക്കുന്നത് പോലെയാണ് നമ്മുടെ ആരതി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത് നന്ദിനിയമ്മേ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്ത വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.